നിർമ്മാതാവ് സജി നമ്പ്യാട്ട് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി നമ്പ്യാട്ട്, ഇതാ ഇപ്പോൾ ഒരു നടി സധൈര്യം മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു, ഷൈൻ ടോൺ ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി സെറ്റിൽ വെച്ച് പെരുമാറി എന്ന് പരാതിയായി തന്നെ സംഘടനയ്ക്ക് നൽകുകയാണ് ഒരു നടി. നടപടി ഉണ്ടാകുമോ? ഗുഡ് മോർണിംഗ് സജി നമ്പ്യാട്ട്. സംഘടനയ്ക്ക് ഇന്നലെ രാത്രിയിൽ ഞാൻ സംസാരിച്ചു. അതായത് ഫിലിം ചേംബറിനെയാണ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റും വനിതാ കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഫിലിം ചേംബർ എല്ലാ യൂണിറ്റിലും IC രൂപീകരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ലൊക്കേഷനിൽ IC ഉണ്ടായിരുന്നു. ഈ ICയിൽ ഈ പ്രശ്നം അന്നേരം തന്നെ വിൻസി ഉന്നയിച്ചു. വിൻസിയായിട്ട് ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യം സംസാരിച്ചിരുന്നു. ആ സമയത്ത് വിൻസി ഇത് പറഞ്ഞപ്പോൾ ICയുടെ പെണ്ണുങ്ങളും 5 പേരും 3 പേരും ലേഡീസാണ്. അവർ സഹായിക്കുകയും വിൻസിക്ക് അവരെ കുറിച്ച് ഒരു പരാതിയില്ല. പ്രൊഡ്യൂസർ ഉൾപ്പെടെ ഉള്ളവര്, അതായത് നമ്മുടെ ഡയറക്ടർ ഉൾപ്പെടെ ഉള്ളവര് കൃത്യമായി ഇതിൽ ഇടപെടുകയും ആ കാര്യത്തിലൊക്കെ വിൻസി വളരെ നന്ദിയും സ്നേഹത്തോടെ വളരെ വിൻസിയോടൊപ്പം നിന്നു. ഇന്നലെ ഞങ്ങള് വിൻസിയുടെ ഈ ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്ത വിൻസി ഈ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഇത് വെളിയിൽ വന്നത്. അതനുസരിച്ച് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രാവിലെ വിൻസിയെ ഞങ്ങളും ഞങ്ങളുടെ കമ്മിറ്റി മെമ്പർമാരും ഞങ്ങളുടെ ചെയർമാൻ നമ്മുടെ സുരേഷ് കുമാർ, ഞങ്ങളുടെ പ്രസിഡന്റ് BR ജേക്കബ്, ഞങ്ങൾ എല്ലാവരും വിളിച്ചു. ഞങ്ങളുടെ മെമ്പർമാരെ റാണി, ഞങ്ങളുടെ ആശ, അങ്ങനെയുള്ള എല്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരും വിളിച്ചു വിൻസിയോട് സംസാരിച്ചു. വിൻസി ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി എന്റെ കൈവശമുണ്ട്. അത് ഞങ്ങൾ അടിയന്തരമായി യോഗം ചേർന്നിട്ട് ശക്തമായ നടപടിയെടുക്കും. അല്ലെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് വിൻസിയുടെ പരാതി കിട്ടിയാൽ നടപടി എന്നുള്ളതാണ്. ഈ ഒരു പരാതിക്കായിട്ട് കാത്തിരിക്കണോ സജി നമ്പ്യാട്ട്? ഫിലിം ചേംബറിന് പരാതി കിട്ടിയിട്ടുണ്ട്. ഫിലിം ചേംബർ ഓഫ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇന്നലെ രാത്രി വിൻസി പരാതി നൽകിയല്ലോ. എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട അധികൃതർ സ്വാഭാവികമായിട്ടും അതോടെ ഒരു അന്വേഷണം നടത്തും. ഇനി അതല്ല, അതിന്റെ ഗൗരവം കൂടുതലാണെങ്കിൽ അതിന് കൃത്യമായി കേസ് നൽകുകയും ചെയ്യും. അത് പോലീസിലോ എക്സൈസിലോ അറിയിക്കും എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിനിപ്പോ ആ നടപടികളിലേക്ക് കടക്കാനുള്ള സമയമാണ്. ഈ നടനെതിരെ നേരത്തെയും അത്തരത്തിൽ പല ആരോപണങ്ങളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നടൻ തന്നെ പലപ്പോഴായി ഈ സിനിമാ പ്രൊമോഷൻ സമയത്തൊക്കെ വന്ന് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഒരു തെളിവുമായി ഒരു നടി തന്നെ വരുന്നു, ഒപ്പം അഭിനയിച്ച നടിയാണ്. അപ്പൊ ഇനിയിപ്പോൾ ഉള്ള നടപടികൾ അത് അതേ ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സിക്യൂട്ടീവാണ്, ജുഡീഷ്യറിയാണ്, ലെജിസ്ലേറ്ററാണ്. നമ്മൾ സംഘടനാപരമായ തീരുമാനങ്ങൾ. അപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി B രാകേഷ് കഴിഞ്ഞ മാസം പത്രപ്രസ്താവന നടത്തിയിരുന്നല്ലോ. പോലീസ് ഉൾപ്പെടുന്നവര്, എക്സൈസ് ഉൾപ്പെടുന്നവര് പരിശോധിക്കണം ലൊക്കേഷനിൽ. ഞങ്ങളാരും അതിനെതിരല്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള നിർഭാഗ്യ സംഭവം ഉണ്ടാകുമ്പോൾ അതിനൊരു ശക്തമായി പ്രതികരിക്കണം. ഞങ്ങൾ ശക്തമായ നടപടി എടുത്തിരിക്കും. ഒരു